കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നതിനുള്ള 8ാം ശമ്പള കമ്മീഷന് അംഗീകാരം നൽകി കേന്ദ്രം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ശമ്പള കമ്മീഷന് അംഗീകാരം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ചെയർമാനും 2 അംഗങ്ങളും അടങ്ങുന്ന കമ്മീഷനെ ഉടൻ നിയമിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 50 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഘടന പരിഷ്കരിക്കുക ലക്ഷ്യമിട്ടാണ് ശമ്പള കമ്മീഷൻ രൂപീകരിച്ചത്. സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം, അലവൻസുകൾ, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ തുടങ്ങിയവയിൽ പരിഷ്കരണം കൊണ്ടുവരും. 2016 ജനുവരിയിൽ 7ാം ശമ്പള കമ്മീഷൻ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും 8ാം ശമ്പള കമ്മീഷന്റെ തീരുമാനങ്ങൾ. 2025 അവസാനത്തോടെ ഇതിന്റെ ശുപാർശകൾ പൂർത്തിയാക്കുമെന്നും മേൽനോട്ടം വഹിക്കുന്നതിനായി ചെയർമാനും 2 അംഗങ്ങളും അടങ്ങുന്ന കമ്മീഷനെ നിയമിക്കുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 2016 നടപ്പിലാക്കിയ 7ാം ശമ്പള കമ്മീഷനിലൂടെ അടിസ്ഥാന ശമ്പളത്തിന്റെ 2.57 മടങ്ങ് ഫിറ്റ്മെന്റ് ഫാക്ടർ സഹിതം ക്യാബിനറ്റ് സെക്രട്ടറിമാർക്ക് ഏറ്റവും കുറഞ്ഞ പ്രതിമാസ വേതനം 18,000 രൂപയായും പരമാവധി വേതനം 2.5 ലക്ഷം രൂപയായും നിശ്ചയിച്ചിരുന്നു. അടിസ്ഥാന ശമ്പളം 7,000 രൂപയും കുറഞ്ഞ പെൻഷൻ 3,500 നിന്ന് 9,000 രൂപയായും വർദ്ധിപ്പിച്ചു. 2016 വന്ന 7ാമത് ശമ്പള കമ്മീഷന്റെ കാലാവധി 2026 വരെയാണ്. കേന്ദ്ര ബജറ്റിന് ദിവസങ്ങൾക്ക് മുൻപാണ് 8ാം ശമ്പള കമ്മീഷൻ രൂപീകരണത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.